ഹലോ ഹായ് അസ്സലാമു അലൈക്കും. നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എരുന്ത് റോസ്റ്റാണ്. കക്കയല്ല, എരുന്താണ്. വൈറ്റ് എരുന്ത് റോസ്റ്റാട്ടാ. ഇത് നമ്മൾ മുമ്പൊരു ദിവസം തയ്യാറാക്കിയതാണ് കേട്ടോ. എരുന്ത് താളിച്ചതാണ്. ഇതുപോലത്തെ വെള്ള എരുന്തുകൊണ്ടാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുള്ളൂ. കക്ക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ താളിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് എരുന്ത്. എരുന്ത് നമ്മൾ നന്നായി വൃത്തിയായി കഴുകിയിട്ട് പുഴുങ്ങി അതിൻ്റെ അറ എടുത്ത് മാറ്റിയതാണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വേസ്റ്റ് കളയാം. ഇതിൻ്റെ ഈ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് വരും. ഇതുപോലെ കേട്ടോ. ഇത് മൊത്തത്തിൽ നമുക്കൊന്ന് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 5-6 തവണ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതിലൊരു മണ്ണ് കടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. ഞാനിതൊരു 5-6 പ്രാവശ്യം കഴുകിയതിൻ്റെ ശേഷം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എരുന്ത് പുഴുങ്ങിയതിൻ്റെ വെള്ളമാണ് കേട്ടോ. നമ്മൾ മാങ്ങ ഇട്ടിട്ട് പുഴുങ്ങിയതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളത്തിനൊരു ചെറിയ നിറവ്യത്യാസം, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം പോലെ ഉണ്ടാവും. എരുന്ത് പുഴുങ്ങിയ വെള്ളം, ആ വെള്ളമാണ് ഇത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഈ 2 ചുവന്ന മുളക് അടുപ്പിലിട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുത്തതിൻ്റെ ശേഷം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നല്ല പൊടിച്ചിട്ട് നമ്മളെ മാങ്ങയുടെ വെള്ളത്തിലേക്ക് ചേർക്കാം കേട്ടോ. എന്താ ഇതിപ്പോൾ ഞാനതുപോലെ ചേർത്തതാണ്. ഈ തോടോട് കൂടി കിട്ടുന്ന എരുന്തിനെ നമുക്ക് ഇതുപോലത്തെ വെള്ളങ്ങൾ കിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മളത് പുഴുങ്ങിയെടുക്കുമ്പോൾ വേറെ വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല. അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കണം. അപ്പോഴാണ് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ് കേട്ടോ. ഇത് കുടിച്ചവർക്കറിയാം ഇത് എത്രമാത്രം ടേസ്റ്റുള്ള വെള്ളമാണ്. ഇതിൻ്റെ നിറം മാങ്ങയുടെ കളറ് കൊണ്ട് മാത്രം മാറിയതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് തേങ്ങ, കറിവേപ്പിൻ്റെ ഇല, മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ്, വലിയ ഉള്ളി കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് എരുന്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവുകളിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് എരുന്തിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല, അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് എരുന്ത് നന്നായി വെന്ത് വറ്റി വരണം കേട്ടോ. ഇതുപോലുള്ള എരുന്ത് കിട്ടുന്നവർ അതിൽ നിന്ന് കിട്ടുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്തിട്ട് ഇതേ രീതിയിലും തയ്യാറാക്കി നോക്കുകൊണ്ടേ നല്ല ടേസ്റ്റാണ്. ഇത് ഒരുപാട് തവണ കഴുകുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പോവും ആ വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളം കൂടി നമുക്ക് ചേർത്തിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ എരുന്തിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണയും ഓയിലും പാടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പൊടികളൊക്കെ ചേർത്തതിൻ്റെ ശേഷം 2 മിനിറ്റ് അതൊന്ന് വാട്ടിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് ആ വെല്ലുള്ളിയും കൂടി ചേർത്തിട്ട് അതേപോലെ 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് കറിവേപ്പിലും തേങ്ങയും പാടി ചേർത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഏകദേശം നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇതുപോലെ തോടോട് കൂടിയിട്ടുള്ള എരുന്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ വെള്ളം ചേർത്ത് വറ്റിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പിന്നൊരു വീഡിയോയുമായി കാണാം. ബായ്.